നാട്ടുകാരുടെ ജീവൻ വെച്ചിട്ട് പങ്കാടാൻ സമ്മതിക്കില്ല. എത്ര ദിവസമായി പണിയുന്നു? അതിനേക്കാൾ ഗുരുതരം. ഇതിന് പെർമിഷൻ ഉണ്ടോ? ജിയോളജി പെർമിഷൻ എടുത്തിട്ടുണ്ടോ? പറ. ഇപ്പൊ പുത്തുമലയിലും മറ്റേലും സംഭവിച്ച പോലെ വയനാടിന്റെ വേറെയൊരു വേർഷൻ ഇവിടത്തേക്ക് വരുന്നതിന് പഞ്ചായത്ത് നിൽക്കുന്ന പോലെയാ ഇപ്പം ഈ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ തോന്നുന്നു. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരം തന്നെയും ഒരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഒരു ജലബോംബ്, ഈ കോൺക്രീറ്റ് കെട്ടിടം, ഈ ബോൾഡേഴ്സ് അവിടെ തന്നെ ഇളകിയിരിക്കുന്നു താഴേക്ക്. വകുപ്പുകളെയൊക്കെ നോക്കുകുത്തിയാക്കി എങ്ങനെ ഇത് ഉയർത്തിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം. ഭാവിയിൽ വലിയൊരു കള്ളാടിയിലുണ്ടായതുപോലെയുള്ളൊരു അപകടം സാധ്യതയുണ്ട്. ഈ എപ്പെക്സ് തന്നെ നമുക്കിത് ചെയ്യണം എന്ന് പറയുന്നത് ഒരു വളരെ സംശയാസ്പദമായൊരു കാര്യമാണ്. സ്ലോപ്പിൽ കൺസ്ട്രക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് എന്തോ പഞ്ചായത്തിന് ഫൈൻ ചെയ്യണമെന്നാ പറയുന്നത്. ഇപ്പോൾ പാലക്കയം തട്ടിലാണുള്ളത്. ഇവിടെ ഒരു റിസോർട്ട് നിർമ്മാണം നടക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി അനുമതിയില്ലാതെയാണ് നടത്തുന്നത് എന്നു കണ്ടതുകൊണ്ട് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA തന്നെ നേരിട്ടിടപെട്ട് ഈ പ്രവൃത്തി തടയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം കണ്ണൂർ ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് ഈ പ്രവൃത്തി നിർത്തിവെക്കണമെന്നും നിർദ്ദേശം നൽകുകയുണ്ടായി. എന്നാൽ അതിനുശേഷം തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചെല്ലാം ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ ഭാരവാഹികൾ ഇപ്പോൾ പാലക്കയം തട്ടിൽ വിവാദമായ ഈ റിസോർട്ട് നിർമ്മാണം നടക്കുന്ന പ്രദേശം സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ഈ സന്ദർശനത്തിൻ്റെ എന്താണ് ലക്ഷ്യം, ഇതിന് ശേഷം കലക്ടർക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കുമോ, അതല്ല പരിസ്ഥിതി സമിതി എന്നുള്ള നിലയിൽ ഇതിനെ ഭാവിയിൽ എങ്ങനെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തെ അത് ബാധിക്കുന്ന ഈ ഒരു പരിസ്ഥിതിയെ അതുപോലെ തന്നെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയൊക്കെ ബാധിക്കുന്ന നിലയിലുള്ള ഈ പ്രവർത്തനം ഏത് നിലയിലാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ച് അറിയാം. എന്താണ് ഈ സന്ദർശനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു അനധികൃത റിസോർട്ട്, പ്രത്യേകിച്ച് പാരിസ്ഥിതികമായി വളരെ ലോലമായൊരു പ്രദേശത്ത് ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പരിസ്ഥിതി ഈ പ്രദേശം സന്ദർശിക്കണമെന്ന് തീരുമാനിച്ചിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ കണ്ട് നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് വളരെയധികം ആപൽക്കരമായിട്ടുള്ള ഒരു മേഖലയിലാണ് ഈ റിസോർട്ട് ഇവിടെ പണിത് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് ഒരു കാരണവശാലും ഇങ്ങനെ ചെങ്കുത്തായ ഒരു സ്ഥലത്ത് ഈ രീതിയിലുള്ള ഒരു നിർമ്മാണവും, ഒരു പെർമനന്റ് സ്വഭാവത്തിലുള്ള ഒരു നിർമ്മാണവും പാടില്ലാത്ത പ്രദേശമാണിത്. കാരണം അത്രയും ലോലമായിട്ടുള്ള പ്രദേശമാണിത്. ടൂറിസത്തിൻ്റെതായിട്ടുള്ള ഒരു സാത്വികമായ രീതിയിൽ തന്നെ ടൂറിസം ഉണ്ടാകുന്നത് നല്ലതാണെന്ന അഭിപ്രായക്കാരാണ് നമ്മളൊക്കെ തന്നെയും. പക്ഷേ ടൂറിസത്തിൻ്റെ മറവിൽ ഇങ്ങനെ ഒരു മാഫിയകൾക്ക് വേണ്ടി ടൂറിസം പദ്ധതികൾ അവർക്ക് വേണ്ടി ഒരു പദ്ധതികളാകുക എന്നുള്ള രീതിയിൽ അതിനോട് വിയോജിപ്പുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് പാരിസ്ഥിതികമായി സന്തുലനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണവും പാടില്ല എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കുറേ കാലത്തെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ സ്ട്രക്ചർ കാണുമ്പം തന്നെ ഇത് ഇവിടെ ഉള്ള മണ്ണിൻ്റെ ഘടന പരിശോധിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ മണ്ണ് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം വെച്ചാൽ മണ്ണ് ചിലരെ കൂട്ടങ്ങൾ മാറ്റി നിർത്തിയാൽ ഇളകാവുന്ന മണ്ണാണ്. ഈ സമയത്ത് വലിയ മഴ വന്നു കഴിഞ്ഞാൽ ഇളകിപ്പോകുന്ന മണ്ണാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടാവും. ഇവിടെ ഇനി ആരെങ്കിലും നാളെ ഇത് ഹോം സ്റ്റേ ആയിട്ട് പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും താമസിച്ച് കഴിഞ്ഞാൽ തന്നെയും അവരുടെ സുരക്ഷിതത്വം ആരും ഉറപ്പ് വരുത്തും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കീഴിൽ വരുന്നൊരു പ്രദേശമാണിത്. ഇപ്പം ജില്ലാ കലക്ടറാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ജില്ലാ ചെയർമാൻ. അത് ജില്ലാ കളക്ടറേക്കാൾ കൂടുതൽ പവറുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമപ്രകാരം തന്നെയും ഒരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും ജില്ലാ ഭരണകൂടത്തെയും അതേപോലെ തന്നെ നമ്മുടെ അധികാരികളെയും ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുകളെയൊക്കെ നോക്കുകുത്തിയാക്കി എങ്ങനെ ഇത് ഉയർത്തിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം. ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണം വിവാദമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ വന്നു പോകുന്ന പലരോടും ഇത് ചോദിക്കുന്ന ആളുകളോട് പറയുന്ന ഒരു മറുപടി, ഞങ്ങൾക്ക് ഇതിൻ്റെ അനുമതിയുണ്ട്, എന്നാൽ വന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പാർക്കിംഗ് സൗകര്യമില്ല, ഒന്ന് ഈ ചെങ്കുത്തായ പോലെയുള്ള ഒരു പ്രദേശത്ത് നിർമ്മാണം നടക്കുന്നു, ഇത് എങ്ങനെ അനുമതി കിട്ടി എന്നുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ട്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ പരിസ്ഥിതി സമിതി ഒന്ന് വിലയിരുത്തി അത് എങ്ങനെയാണ് അതൊരു പരിശോധിക്കപ്പെടുക എങ്ങനെയാണ്? ഇത് ഞെട്ടിക്കുന്നതാണ്. എന്താ പറയുക, ഈ പഞ്ചായത്ത് എങ്ങനെ അനുമതി കൊടുത്തു എന്ന് തന്നെ തിരിയുന്നില്ല. എന്താ പറയുക, ഇതൊരു സ്ലോപ്പിൽ ഇപ്പം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാൽ ഞങ്ങളെ തീരത്ത് പോലെ തന്നെ ഇവിടുത്തെ എല്ലാം ടൂറിസ്റ്റ് പാടില്ല എന്ന് ഓർഡർ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് പാലക്കയം തട്ട്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ ഇപ്പം നിർത്തിവെക്കുന്നത്. അവിടെയാണ് ഈ സ്ലോപ്പിൽ 4 നിലയോ 7 നിലയോ കെട്ടിടം വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കൂ, താഴേക്ക് 3ാം നിലയിൽ സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത്. ജലപം അടിയിലിപ്പം പറയുന്നത് സമ്പാണ്,
വാട്ടർ സമ്പാണ് ഉള്ളത്. അപ്പോൾ ഒരു ജലബോംബ് ഈ കോൺക്രീറ്റ് കെട്ടിടം ഈ ബോൾഡേഴ്സ് അവിടെ തന്നെ ഇളകിയിരിക്കുന്നു താഴേക്ക്. അപ്പം ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, എൻവയോൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് എടുത്തു. ഈ പഞ്ചായത്ത് മാത്രം പോരാലോ, ഇവരുടെ ക്ലിയറൻസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇവർക്ക് റൈറ്റ് കൊടുത്തോ? എല്ലാം പഞ്ചായത്ത്. ഇനി എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ താഴ്വാരത്ത് താമസക്കാരും ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടി വീണാലും അവർ ഒന്നടക്കം ഇപ്പോൾ പുത്തുമലയിലും മറ്റെല്ലാം സംഭവിച്ച പോലെ വയനാടിൻ്റെ വേറെയൊരു വേർഷൻ ഇവിടത്തേക്ക് വരുന്നതിന് പഞ്ചായത്ത് നിൽക്കുന്ന പോലെയാണ് ഇപ്പം ഈ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ തോന്നുന്നു. അപ്പോൾ ഗവൺമെൻറ് ജില്ലാ അധികാരികളും ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തുള്ളൂ, എന്നിട്ടും അവിടെ വർക്ക് നടക്കുന്ന പോലെയാണ് കാണുന്നത്. ജില്ലയും സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഉണ്ട്, ഈവൻ സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ ഇടപെടേണ്ടി വരും. ഇനി എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്താ നടത്തിയത് ഇവർ? ഇത്രയും ബോൾഡേഴ്സിൽ, സ്ലോപ്പിൽ, ബോൾഡർ സ്ലൈഡിങ് ഏരിയ, ഇപ്പോൾ സിക്കിമിലെല്ലാം കാണും ഇതേപോലെ ബോൾഡർ സ്ലൈഡിങ് ഏരിയ, ആക്സിഡൻറ്റ് പ്രോൺ, ബിവെയർ എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വെക്കേണ്ട സാധനത്തിൽ സ്ലോപ്പിൽ കൺസ്ട്രക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് എന്ത് പറ്റും? പഞ്ചായത്തിന് ഫൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ കൺസ്ട്രക്ഷൻ കൊടുത്ത് ആദ്യം പഞ്ചായത്തിന് ഇത് ജില്ലാ അധികാരികളോട് പറയുന്നത് ഹെവി ഫൈൻ പഞ്ചായത്തിന്. എങ്ങനെ ഇത് കിട്ടി? അതിൻ്റെ പ്രോബ് നടക്കാൻ വേറെ ഏജൻസി പ്രോബ് ചെയ്യണം പഞ്ചായത്തും. ഈ നെക്സസ് എന്താ ഉള്ളത്? ഇപ്പോൾ അഭിഭാഷകർ കൂടിയാണ് നിങ്ങൾ. ഇപ്പോൾ അഡ്വക്കേറ്റ് വിനോദ് പയ്യയുടെ നിങ്ങളും ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അനുമതി എങ്ങനെ കിട്ടി? ആരിത് അനുവാദം കൊടുത്തു? ഇപ്പോൾ MLA നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത് നിർത്തിവെക്കാൻ വേണ്ടി പറയുന്നത്. ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു MLA, ഒരു ജനപ്രതിനിധി നേരിട്ട് അങ്ങനെ ഇടപെട്ട് ഇത്തരം ഒരു പ്രവൃത്തി നിർത്തിവെക്കാൻ പറയണമെങ്കിൽ അതിനകത്ത് ഗുരുതരമായ നിയമലംഘനം നടന്നിരിക്കുന്നു. അപ്പോൾ ആരാണിത് കൊടുത്തത്? എങ്ങനെ കൊടുത്തു? ഏത് വഴിയിൽ? അഭിഭാഷകർ എന്നുള്ള നിലയ്ക്ക് ഇതിനൊരു പൊതു താല്പര്യ ഹർജിയുടെ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു നിയമപരമായ വഴിയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നീങ്ങാൻ സാധിക്കും? അത് പൊതു താല്പര്യ PIL ഇപ്പം കോടതി അധികം എൻ്റർടൈൻ ചെയ്യാത്ത. അപ്പം നമ്മളിത് ഇപ്പം ഏറ്റവും നല്ലത് ആ MLA-നെ ഞാൻ സമ്മതിക്കണ്ട. എന്താ പറയുക, MLA-ക്ക് പോലും തോന്നി ഇത് നേരെ വന്നിട്ട് ഇത് തെറ്റാന്ന് പറഞ്ഞിട്ട് ഉടനടി പറഞ്ഞു നിർത്തിവെക്കാനാ പറഞ്ഞതായിട്ട് റിപ്പോർട്ട്. അപ്പോൾ ആ MLA ചെയ്തതാ ഏറ്റവും ഉചിതം. ആ MLA-ൻ്റെ കണ്ടെങ്കിലും പഞ്ചായത്ത് അപ്പം തന്നെ ഇടപെടണ്ടേ ഇവിടെ വന്നിട്ട്? അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അപ്പം ഞങ്ങളെന്താ നോക്കുന്നതെന്ന് പറഞ്ഞാൽ MLA-ൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെന്നാണെന്നും MLA കറക്റ്റ് ഡയറക്ഷൻസിലാണ് ഇപ്പം പോകുന്നത്. എന്താ പറയുക, MLA-ക്ക് അതിന് പാരിസ്ഥിതിക ഇതുള്ള എനിക്ക് തോന്നുന്നു ഇരിക്കൂർ MLA ആണ്. അപ്പം ഈ ഹില്ലി ഏരിയാസിൽ നിന്ന് വരുന്ന MLA-ക്ക് ഈ പാരിസ്ഥിതിക പ്രശ്നം കൃത്യമായി അറിയുന്നതുകൊണ്ടാണ് ആ MLA അങ്ങനെ ആദ്യമായിട്ട് പ്രോ ആക്റ്റീവായിട്ട് നിർത്തിവെക്കാൻ പറഞ്ഞത്. അപ്പോൾ MLA-ൻ്റെ ഏത് നീക്കത്തിനും പരിസ്ഥിതി സമിതി അതിൻ്റെ സപ്പോർട്ടാണ് പോകുന്നത്. ഇതിൻ്റെ വേറെയൊന്ന് ഹ്യൂമൻ റൈറ്റ്സ് ആംഗിളാണ് പറയുന്നത്. മനുഷ്യാവകാശ ലംഘനമുണ്ട് ഇവിടെ. എന്താ പറയുക, താഴെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് പോലും ഡേഞ്ചറസാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ താഴ്വാരത്ത് സ്ഥിരം താമസിക്കുന്ന ആളെ ജീവിതം കൊണ്ടാണ് ഇവർ പന്താടുന്ന ഈ പഞ്ചായത്തും ഈ കൺസ്ട്രക്ഷൻ നെക്സസും ഈ റിസോർട്ട് ഉടമകളും. അപ്പം അവരെ പരിരക്ഷ ഉടനടിയാക്കണം. എന്നിട്ട് ആ പരാതി MLA അവിടെ കൊടുക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനടി പഞ്ചായത്ത് ആൻഡ് ഇവർ ലയബിൾ ആക്കുന്ന വിധമുള്ള ഇതിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ MLA എന്താ നീക്കം ഉള്ളത് എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ MLA ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, പഞ്ചായത്തും ഒരേ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമാണ്. ഇപ്പോൾ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. ഇതിപ്പോൾ അനുമതി കിട്ടുമ്പോൾ ഇപ്പോൾ ഭരണത്തിൽ ഉള്ള പാർട്ടിയും MLA-യുടെ പാർട്ടി തന്നെയാണ്. ഞാൻ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. എത്രമാത്രം ഇതിനകത്ത് അനുമതി കൊടുത്തൊരു നടപടിക്രമം, ഇപ്പോൾ ഇത് തടയുമ്പോഴുണ്ടാകുന്ന ഒരു വിഷയം, കലക്ടർ അതിനെ നിർത്തിവെക്കാൻ പറയുന്നു, പക്ഷേ വീണ്ടും നിർമ്മാണം നടക്കുന്നതായിട്ട് അതിൻ്റെ സൂചനകൾ കാണുന്നു. എത്രമാത്രം ഇതിനകത്ത് ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഇടപെട്ട് ചെയ്യാൻ സാധിക്കും? എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? ഇപ്പോൾ ഇത് അനുമതി കൊടുത്തു എന്നാണ് ആപേക്ഷികമായി പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പഞ്ചായത്തും അതുപോലെ തന്നെ സർക്കാരും ഒരേ രാഷ്ട്രീയ ചിന്തയിൽ ഊന്നി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ സംശയിക്കുന്നത് ഈ പഞ്ചായത്ത് അനുമതി കൊടുക്കാൻ സാധ്യത ഏറെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ നിർമ്മാതാക്കൾ അനുമതി കിട്ടി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. എൻ്റെ സംശയം ആ രീതിയിലേക്കാണ് പോകുന്നത്. അത് പോകാൻ കാരണം അത്രയധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്നവരാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. അതുകൊണ്ട് അവർക്കെന്തും ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. കാരണം ഞാനിത് കാണുമ്പോൾ
ഇതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായ മട്ടിലാണ്. അത്ര വരെ അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തെ മൊത്തത്തിൽ അവർക്ക് വിലക്കെടുക്കാൻ പറ്റുന്ന ഒരു സ്വാധീനം രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും ഒക്കെ അവർക്ക് ഉണ്ടാകണം. ഇപ്പം ഈ അടുത്ത കാലത്ത് കള്ളാടിയിലൊരു ഉരുൾപൊട്ടുണ്ടായിരുന്നു. അതിൽ ചാനലിൻ്റെ പ്രവർത്തകരെത്തിയപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കൈരളിയുടെ ഒരാൾ ഫോട്ടോഗ്രാഫർ എന്തോ പത്രഭാഷയിൽ പറഞ്ഞാൽ ഈ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അതേ അവസ്ഥ ഭാവിയിൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാധ്യത നേരത്തെ കണ്ട് ജില്ലാ ഭരണാധികാരികളും അതുപോലെ തന്നെ MLAയും കൂട്ടായി നിന്ന് ഈ പ്രവർത്തനത്തെ ഇനിയെങ്കിലും തടയേണ്ടത് അനിവാര്യമാണ്. അതല്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു കള്ളാടിയിലുണ്ടായതുപോലെയുള്ളൊരു അപകടം സാധ്യതയുണ്ട്. അതിന് നിങ്ങളെപ്പോലുള്ളവരുടെ ശ്രമവും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇത്രയും ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശത്ത്, എന്നാൽ പരിസ്ഥിതി ലോലം എന്ന് പറയപ്പെടുന്ന എന്ന് കരുതാവുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ വാക്കാൽ അനുമതിയുണ്ട് എന്ന് ഞങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ അനുമതിയുണ്ട്, പക്ഷെ കാണാനില്ല. അങ്ങനെ ഇത്രയും വലിയൊരു കെട്ടിടം കെട്ടിപ്പൊക്കാൻ ഈ പറയുന്ന പോലെ ഒരു വാക്കിൽ പറയുന്ന അനുമതി കൊണ്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തായിരിക്കും? എന്താണ് നിങ്ങളുടെ ഒരു അനുമാനം? അനുമാനം എന്ന് പറയുന്നത്, ഒരു വ്യവസ്ഥാപിതമായി ഇത്ര സെൻസിറ്റീവ് അല്ലെങ്കിൽ ഫ്രജൈലായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു കെട്ടിടം പണിതു. ഏകദേശം ഇപ്പം മുൻ സംസാരിച്ച രാജേട്ടൻ പറഞ്ഞതുപോലെ അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ഏറെക്കുറെ പൂർത്തിയായി. അതുവരെ നടന്നിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് കെട്ടിടം പണിയുന്നതെങ്കിൽ അത് നിർത്തിവെക്കാനോ, കേൾക്കുന്നത് നടുവിൽ പഞ്ചായത്ത് വേണ്ട രീതിയിലുള്ള അതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നുമാണ് കേൾക്കുന്നത്. യഥാർത്ഥ സത്യം എന്താണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട്, അതായത് ജിയോളജിയുടെയും അതുപോലെ ജിയോഗ്രഫിക്കലായ പ്രത്യേകതയും അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന മിറ്റിഗേഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ, ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇതുപോലത്തെ ഒരു കൺസ്ട്രക്ഷൻ വരേണ്ടത്. ഇനി കണ്ണൂർ ജില്ലയിലെ വളരെ ഉയരം കൂടിയ 2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് വൈതൽമലയും പാലക്കയം തട്ടും എന്ന് പറയുന്നത്. ഈ 2 തട്ടിൻ്റെയും മേലെ, അല്ലെങ്കിൽ പാലക്കയം തട്ടിൻ്റെ മേലെ തന്നെ വന്ന് താമസിച്ചുകൊണ്ട് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം എന്ന് പറയുന്നത് കാശ് സമ്പാദിക്കാനുള്ളൊരു മാർഗം മാത്രമാണ്. മറ്റേ തൊട്ട് താഴെ നടുവിലുണ്ട് കുടിയാമലയുണ്ട്, അവിടെ താമസിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴ്വാരങ്ങളിൽ തന്നെ ഒരു കെട്ടിടം പണിത ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ ആക്കി കഴിഞ്ഞാൽ അവിടെ താമസിച്ച് 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഈ എപ്പെക്സ് തന്നെ നമുക്കിത് ചെയ്യണം എന്ന് പറയുന്നത് ഒരു വളരെ സംശയാസ്പദമായൊരു കാര്യമാണ്. അതിന് പുറമേ ഈ വെള്ളം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളത്തിന് താഴെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ഈ സമുച്ചയത്തിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള വലിയ ഒരു സംവിധാനവും, മേലെ എന്താ പറയുക ഒരു വാട്ടർ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുന്നത് തികച്ചും പരിസ്ഥിതി ലോലമായ പ്രദേശത്ത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതായത് വെള്ളത്തിൻ്റെ ഒരു സമ്മർദ്ദമുണ്ട്, ആ വെയിറ്റ് ഉണ്ട്. ആ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഒറ്റ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റോക്ക് അല്ല ഈ യഥാർത്ഥത്തിൽ ഈ പ്രദേശം. നിങ്ങൾ പറയുന്ന കോൺക്രീറ്റിനോ ഫൗണ്ടേഷനോ യാതൊരു ബലവുമില്ല. നിരങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്ലോ, ചെരിവൊക്കെ പറയുന്നത് നമുക്ക് അതിശയം തോന്നും. അത്രയും ചെരിവുള്ളൊരു പ്രദേശത്ത് ഇങ്ങനെ ഇടിച്ച് താത്തുകൊണ്ട് ഒരു പള്ളയിൽ, അതായത് കെട്ടിടത്തിനേക്കാളും മുകളിൽ എത്രയോ സ്ഥലത്താണ് ചേർന്നിട്ടുള്ള മലനിരയുണ്ട്. അതിന് താഴെയാണ് ഇത് പണിയെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന കൂട്ടർ അങ്ങനെ റിസ്ക് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ജീവഹാനി അവരുടെ നമ്മൾ പരിഗണിക്കേണ്ട. പക്ഷേ അതിനേക്കാളും വലിയ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഒഴുകിപ്പോകുന്ന ഭാഗത്ത് ഉണ്ടാകുന്നതാണ്. ഇതാണ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ ഭാരവാഹികൾ പാലക്കയം തട്ടിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തിയെ സംബന്ധിച്ച് പറയുന്ന അവരുടെ നിലപാട്. ഈ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ ഭരണകൂടത്തിന്, ജില്ലാ കളക്ടർക്ക് അവർക്ക് സമർപ്പിക്കും. എന്തായാലും വളരെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് അനുമതി ഉണ്ട് എന്ന് പറയപ്പെടുന്നതിൻ്റെ പേരിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് പിന്നിലെ ക്രമക്കേടുകളെക്കുറിച്ച്, അതിൻ്റെ തെറ്റായ വശങ്ങളെക്കുറിച്ചാണ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ ഭാരവാഹികൾ, അഭിഭാഷകർ ഉൾപ്പെട്ട ഭാരവാഹികൾ പ്രധാനമായും പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം അവരിപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ, അതായത് സർക്കാർ തലത്തിലുള്ള അന്വേഷണങ്ങൾ, വകുപ്പുകളുടെ തലത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ, അതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുടെ കൂട്ടായ്മ ഉൾപ്പെടെയുള്ള ആ ഒരു നിലയിലുള്ള ഒരു റിപ്പോർട്ട് കൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് പോകും എന്നുള്ളതാണ് പാലക്കയം തട്ടിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ
ഇവിടെ ജില്ലാ പരിസ്ഥിതി സമിതിയുടെ ഭാഗമായി സന്ദർശിച്ചത് അഡ്വക്കേറ്റ് വിനോദ് പയ്യട, ദേവദാസ് തളാപ്പ്, രാജൻ കോരമ്പത്ത്, സി വിശാലാക്ഷൻ എന്നിവരാണ്. പാലക്കയം തട്ടിൽ നിന്ന് അതുലിനും ജിഷ്ണു പി ജിക്കും ഒപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.